തുടർച്ചയായി പുതിയ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുന്നതാണ് മത്സര ഓട്ടത്തിന് വഴിവെക്കുന്നതെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. എറണാകുളം ജില്ലയിലെ എടവനക്കാട് ഹൈക്കോടതി റൂട്ടിൽ നിരവധി ബസ്സുകളാണ് പുതുതായി ഓടിത്തുടങ്ങിയത്. 7 മിനിറ്റ് സമയത്തിനകം 5 ബസ് ഓടേണ്ട സ്ഥിതിയാണ് നിലവിലെന്ന് ഉടമകൾ പറയുന്നു. ബസ് സമയം തമ്മിലുള്ള ഇടവേള വർദ്ധിപ്പിക്കാൻ ഹൈക്കോടതി ഇടപെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ബസ് ഉടമകളുടെ പ്രതികരണം. നമുക്ക് ആ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം. നിലവിൽ ഓടിക്കുന്ന ഓപ്പറേറ്റർമാരെന്ന് പറയുന്നത് 2 മിനിറ്റിലും 1 മിനിറ്റിലും ഓടുന്ന ബസ്സുകളാണ്. മത്സരത്തിന് സാഹചര്യം ഒരുക്കുന്ന രീതിയിലാണ് ഇപ്പോഴേ ആർടിഒയുടെ ഭാഗത്തുനിന്നുള്ള തീരുമാനങ്ങൾ. പ്രപ്പോസൽ ടൈം ഉൾപ്പെടെ എഴുതി കൊടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ആർടിഒ പോകുന്നത്. ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് ആർടിഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇതുപോലുള്ള പെർമിറ്റുകൾക്ക് അനുമതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുതിയ പെർമിറ്റുകൾ വരുന്നതോടുകൂടി ടൗണിലേക്ക് കൂടുതലായിട്ട് വണ്ടികൾ വരുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. ജനങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഈ ബസ്സുകാരി, മത്സരോട്ടം, അപകടം ഒക്കെയാണ്. ഇപ്പൊ തന്നെ ഹൈക്കോടതി ഇടപെട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞ് ഉത്തരവ് ഇറക്കിയിട്ട് പോലും 12-ാം തീയതി വീണ്ടും ഹിയറിംഗ് വെച്ചേക്കാണ്. രാവിലെ ഉണ്ട്, ഉച്ചക്കുണ്ട്. ഇതെങ്ങനെ അനുവദിച്ചു കൊടുക്കും? ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. ഷാബാസ് അഹമ്മദ്, ഇതെങ്ങനെ അനുവദിച്ചു കൊടുക്കും? 7 മിനിറ്റ് സമയത്തിനുള്ളിൽ 5 ബസ് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു ബസ് റാലി പോലെ ആകില്ലേ? ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനമൊക്കെ വേണ്ടേ ഈ ഓട്ടത്തിന്? സുജി, അത് തന്നെയാണ് പറയുന്നത്. ഈ മത്സരയോട്ടത്തിലും അതേ തുടർന്നുണ്ടാകുന്ന അപകടത്തിലുമൊക്കെ സ്വകാര്യ ബസ്സുകാരെ എല്ലാവരും പഴിക്കാറുള്ളതാണ്. പക്ഷെ അതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം തുറന്നു പറയുകയാണ് ഈ വൈപ്പിൻ എറണാകുളം ഹൈക്കോടതി റൂട്ടിലെ ഈ ബസ് ഉടമകൾ. ഇവർ പറയുന്നത് പ്രകാരം ഈ പുതിയ പെർമിറ്റുകൾ വ്യാപകമായി അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിൽ, അതായത് എടവനക്കാട് മുതൽ ഹൈക്കോർട്ട് വരെ നിലവിൽ 160 ബസ്സുകളാണ് ഓടുന്നത്. അതുകൂടാതെ നിലവിൽ ഇപ്പോൾ 5 ബസ് പുതുതായി വന്നു. ഇനിയും 14ഓളം ബസ്സുകൾക്ക് ഉടനെ പെർമിറ്റ് കൊടുക്കാനിരിക്കുന്നു. 25ഓളം ബസ്സുകൾ ബോർഡിൽ പെർമിറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 200-ന്റെ പുറത്ത് എണ്ണം കടന്നേക്കും. ഇപ്പോൾ തന്നെ 5 മിനിറ്റിൽ ഈ 7 മിനിറ്റിൽ 5 ബസ്സുകൾ ഓടുന്ന സ്ഥിതിയാണുള്ളത്. ഇനി ഇത് കൂടുതൽ പെർമിറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് 7 മിനിറ്റിൽ 6 ബസ്സുകൾ ഓടുന്ന സ്ഥിതിയിലേക്ക് വരും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റാലി പോലെ, സുജയ പറഞ്ഞതുപോലെ ഒരു റാലിയായി ബസ്സുകൾ ഓടേണ്ട അവസ്ഥ വരും. ഇങ്ങനെ ബസ്സുകൾ ഓടിത്തുടങ്ങുന്നതാണ് ഈ വ്യാപകമായിട്ടുള്ള അപകട മരണങ്ങൾക്കും ഈ മത്സര ഓട്ടത്തിനുമൊക്കെ കാരണമാകുന്നത്. കാരണം ഏതെങ്കിലും ഒരു ട്രാഫിക്കിലോ അല്ലെങ്കിൽ ഒരു വാഹനം മുമ്പിൽപ്പെട്ടോ ഒക്കെ ഒരു 10 സെക്കൻഡോളം നഷ്ടപ്പെട്ടാൽ ഇവർക്ക് പിന്നിൽ വരുന്ന ബസ്സുകൾ മുന്നിൽ കയറി പോകും. അത് മത്സര ഓട്ടത്തിന് കാരണമാവും. ഇങ്ങനെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, രാഷ്ട്രീയ ബന്ധം തുടർച്ചയായി ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുന്നു. 7 മിനിറ്റ് സമയത്തിനുള്ളിൽ 5 ബസ്. ഇത് ആരുടെ താല്പര്യമാണ്? അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഈ സമയക്രമത്തിൽ നിങ്ങൾ ആദ്യം മാറ്റം വരുത്തൂ. അല്ലാതെ സമയം തെറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ച് ഓടി ആ വാശി പിടിച്ചുള്ള മരണപ്പാച്ചിലിൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആളുകളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് നിരത്തുകളെ മാറ്റുന്നത് ഈ മത്സര ഓട്ടമാണ്. അതിന് തടയണമെങ്കിൽ ആദ്യം സമയം മാറ്റണമെന്നേ. സമയം മാറിയാൽ എല്ലാം ശരിയാകുമെന്നല്ലേ?